ഹലോ, ഇന്ന് നമ്മൾ പോകുന്നത് ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ടാണ് കേട്ടോ. ചേച്ചീൻ്റെ മോള് ഋതുമതി ആയിട്ടുണ്ട്, അതിൻ്റെ ഫംഗ്ഷന് വേണ്ടിയിട്ടാണ് പോകുന്നത്. ചേച്ചിയുടെ വീട് ഞങ്ങൾ ഇവിടെ നിന്ന് കുറച്ച് പോയാൽ മതി. ഞങ്ങൾ ബസ്സിലാണെങ്കിൽ പോകുന്നത് ഭയങ്കര കുത്തിക്കുലുക്കാണ്. ബസ്സിൽ വരുമ്പോൾ കുറച്ച് സാധനങ്ങളും ഉണ്ടായിരുന്നു കയ്യിൽ, അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് ഓട്ടോറിക്ഷയ്ക്കാണ് പോയത് ചേച്ചീൻ്റെ വീട് വരെ. ബസ് ഇറങ്ങിയ ശേഷം ഞങ്ങളവിടെ രാവിലെ എത്തിയപ്പോൾ തന്നെ സ്റ്റേജിൻ്റെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞിരുന്നു. സ്റ്റേജും അതുപോലെ ചെയർ കാര്യങ്ങളെല്ലാം സെറ്റാക്കി വെച്ചിരുന്നു. അച്ഛമ്മ ഉണ്ട് അവിടെ. അച്ഛമ്മ തലേന്ന് തന്നെ എത്തി. നമ്മുടെ ഫംഗ്ഷന് വേണ്ടിയുള്ള കുറച്ച് സാധനങ്ങൾ റെഡിയാക്കാണ്ടായിരുന്നു. ഞാൻ ചെന്നിട്ടാണ് അതൊക്കെ റെഡിയാക്കി വെച്ചത്. അപ്പോഴേക്കും ഹാലും പാപ്പും കൂടി സ്റ്റേജിൽ ഭയങ്കര കളിയും കാര്യങ്ങളൊക്കെ. ആ സമയം ഞാൻ മൂക്ക് മൈലാഞ്ചിട്ട് കൊടുക്കാൻ തന്നു. ഈ ഒരു സിമ്പിൾ ഡിസൈൻ മതി എന്നാണ് മോള് പറഞ്ഞേ. അത് എളുപ്പമാണല്ലോ, അപ്പോൾ പിന്നെ ഞാൻ അവർക്ക് അത് ചെയ്ത് കൊടുക്കാമെന്ന് കരുതി. ആ സമയത്തെല്ലാം ഇവർ ഭയങ്കര പൂക്കിരികളായിട്ട് കളിക്കുകയായിരുന്നു കേട്ടോ അവിടെ. പിന്നെ സ്റ്റേജിൽ കുറച്ച് പരിപാടി ബാക്കിയുണ്ടായിരുന്നു. പൂക്കളും പിന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ എഴുതി വയ്ക്കുന്നതൊക്കെ ഉണ്ടായിരുന്നു ബാലൻസ് ആയിട്ടുള്ളത്. പിന്നെ ഞാനും ചേച്ചി പിന്നെ ചേച്ചീൻ്റെ ഒരു നൈബറും കൂടി അതൊന്ന് സെറ്റാക്കി വെക്കാൻ വിചാരിച്ച്. അതിനുശേഷം പിന്നെ ഞാൻ മോളെ ഡ്രസ്സ് അയൺ ചെയ്യാന്നു. അപ്പോഴേക്കും മോള് റെഡി. ചടങ്ങിന് വേണ്ടിയിട്ട് ഏട്ടനും ചേച്ചിയും കൂടി മോളെ കൊണ്ടുവന്ന് അവിടെ ഇരുത്തി. മോളെ ചടങ്ങിന് തൊട്ട് മുമ്പ് മോളുടെ കാലെല്ലാം ഇതിൽ വെച്ച് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. പിന്നെ ഏട്ടൻ്റെ വൈഫാണ്, അമ്മായിയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഫംഗ്ഷനിൽ. മോളുടെ ചടങ്ങും കാര്യങ്ങളെല്ലാം അത് തന്നെ കാവ്യായിരുന്നു. അവളതൊക്കെ ചെയ്ത് കഴിഞ്ഞ ശേഷം പിന്നെ ഞങ്ങളുടെ നാട്ടിലൊക്കെ എന്ന് പറയുന്നത് ഇങ്ങനെ മോളെ കുളിക്കുന്നതിന് തൊട്ട് മുമ്പ് ഇറക്കിയിരുത്തി നമ്മുടെ ബന്ധുക്കളും മറ്റു ബന്ധുമിത്രാദികളെല്ലാവരും മോൾക്ക് മഞ്ഞളും അതുപോലെ എണ്ണയെല്ലാം തേച്ച് മോളെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കി വയ്ക്കും. അങ്ങനെയാണ് ഇവിടെ ഉണ്ടാവുക. അതിനുശേഷമാണ് പിന്നെ മോളെ സ്റ്റേജിലേക്ക് കൊണ്ടുവന്ന ശേഷം മൂക്ക് ഒരു കിണ്ടിയിൽ കുറേ പൊതികളായിട്ട് വെച്ചിട്ടുണ്ടായിരിക്കും. അത് മോൾ അതിനൊന്ന് കുലുക്കിയ ശേഷം ഒന്ന് എടുക്കുകയാണ് ചെയ്യാറ്. മോൾക്ക് കിട്ടിയ നാണയമായിരുന്നു. 7 സാധനങ്ങളാണ് വെക്കാറ്. പൊതുവെ ഞങ്ങളിവിടേക്ക് 7 എണ്ണം ഉണ്ടായിരിക്കും. അരി, കരിക്കട്ട, നെല്ല്, സ്വർണം, നാണയം, അങ്ങനെ കുറേ സാധനങ്ങൾ, ഒരു 7 വീതം സാധനങ്ങൾ. എന്നിട്ടാണ് അതെടുത്ത ശേഷമാണ് പിന്നെ മധുരം കൊടുക്കുകയും മോളെ മധുരം കൊടുത്ത് മോൾക്ക് കൊണ്ടുവന്നിട്ടുള്ള ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. കുളിപ്പിച്ച ശേഷം മോളെ പിന്നെ റെഡിയാക്കിയായിരുന്നു. അതും അമ്മായിനെയാണ്. അതിൻ്റെ സമയത്താണ് പാപ്പുവിൻ്റെ കുറേ പോസും പിന്നെ കാവ്യയുടെ പോസും പിന്നെ ഞാനും കുറേ പോസൊക്കെ ഇട്ട് ഫോട്ടോ എടുത്തത്. ഞാൻ മേടിച്ചത് മോൾക്കൊരു റിങ്ങായിരുന്നു. അമ്മയാണെങ്കിൽ ഒരു ബ്രേസ്ലെറ്റാണ് വാങ്ങിയത്. പിന്നെ മോളെ കുറച്ച് പുറത്തിറക്കിയിട്ട് കുറച്ച് ഫോട്ടോസ് എടുക്കാമെന്ന് കരുതി ഞാൻ കുറച്ച് പോസെല്ലാം പറഞ്ഞു കൊടുത്ത് ഫോട്ടോ ഒക്കെ എടുത്തു. അപ്പോഴേക്ക് ചടങ്ങിന് നേരായി. ചടങ്ങിന് സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത ശേഷം മോളെ ഏട്ടനും ചേച്ചിയും കൂടിയാണ് സ്റ്റേജിലേക്ക് മോളെ കൊണ്ടുവന്ന് ഇരുത്തുന്നത്. അതിനുശേഷം കിണ്ടിയിൽ ഞാൻ പറഞ്ഞിരുന്ന പോലെ സാധനങ്ങൾ കുലുക്കിയിട്ട് മോളെ കൊണ്ടിരിക്കും. പിന്നെ താല ഒഴിയിപ്പിക്കും, അതുപോലെ മാലിട്ട് കൊടുക്കും മൂക്ക്. അതൊക്കെ ചെയ്ത ശേഷം മധുരം കൊടുക്കും. അച്ഛനമ്മയും മധുരം കൊടുത്തിട്ട് മൂക്ക് പിന്നെ വാങ്ങിയിട്ടുള്ള ഗിഫ്റ്റുകൾ, അതായത് അവർ രണ്ടുപേരും, ചേച്ചി ഒരു ബ്രേസ്ലെറ്റും ഏട്ടനൊരു വളയും കൂടിയാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ അത് രണ്ടും ഇട്ട് കൊടുത്തു. പിന്നെ ഞാനൊരു റിങ്ങായിരുന്നു വാങ്ങിയത്, ഞാനതിട്ട് കൊടുത്തു. പിന്നെ ചേച്ചീൻ്റെ കുറച്ച് ഫ്രണ്ട്സ്, ചേച്ചി ടീച്ചർ ആയതുകൊണ്ട് അവളെ കുറച്ച് ഫ്രണ്ട്സും വന്നിരുന്നു. പിന്നെ അച്ഛനും അച്ഛമ്മയും ഇരുന്ന് ഫോട്ടോ എടുത്തു. അതുപോലെ ആൻറ്റി, അങ്ങനെ വന്നവരെല്ലാവരും ഫോട്ടോ എടുത്തു. പിന്നെ എൻ്റെ ബ്രദറിൻ്റെ വൈഫും കുട്ടിയും മധുരം കൊടുക്കുക, അതുപോലെ ഫോട്ടോസ് എടുത്തു. പിന്നെ ഞാനും കുറേ ഫോട്ടോസൊക്കെ എടുത്ത്. പിന്നെ ഞങ്ങൾ ലാസ്റ്റ് ഒരു കേക്കൊക്കെ കട്ട് ചെയ്തിട്ടാണ് അതിൻ്റെ ഫൈനൽ വന്നിട്ടുള്ളത്. പിന്നെ ഞങ്ങൾ ഉണ്ടാക്കിയ സദ്യ അടിപൊളി സദ്യയായിരുന്നു. അത് ഓർഡർ കൊടുത്തായിരുന്നു. അങ്ങനെ അടിപൊളി